വെൽക്കം ടു ഓൾ. എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ഭാഗമാണ് കറണ്ട് അഫയേഴ്സിൽ. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കറണ്ട് അഫയേഴ്സ് എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ 4ാം ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 2021 ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയതാണ് KB ശ്രീദേവിക്ക്. 2022 ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയത് K ജയകുമാറിനാണ്. ഈ ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് പൂന്താനം നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ മാർച്ച് 6 എല്ലാ വർഷവും ഈ ഒരു ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം കിട്ടിയത് ആർക്കാണ്? K ജയകുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മലയാള സാഹിത്യത്തിനുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മലയാള സാഹിത്യത്തിനുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി 2021 മലയാള സാഹിത്യത്തിനുള്ളത് കിട്ടിയത്. ആർക്കാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ്. ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥ ആരുടേതെന്ന് ചോദിച്ചാലും ഉത്തരം ഏതെഴുതണം? ജോർജ് ഓണക്കൂർ എന്ന് എഴുതണം. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നത് വിവിധ മേഖലകളിലായിട്ടാണ്. ഇങ്ങനെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രഘുനാഥ് പാലേരിയാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്കാണ് രഘുനാഥ് പാലേരിക്ക് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പാലേരിക്കാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? അവർ മൂവരും ഒരു മഴവില്ലും. ഇനി എല്ലാ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നൽകാറുണ്ട്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് മോബിൻ മോഹനാണ്. മോ എന്നാലോചിച്ചാൽ മതി. മോബിൻ മോഹനാണ്. ജഖരാന്ത എന്ന കൃതിക്കാണ്, എന്ന നോവലിനാണ് യുവ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള സാഹിത്യത്തിന് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഹൃദയരാഗത്തിന്. ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് രഘുനാഥ് പാലേരിക്കാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്ക്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയത് മോബിൻ മോഹനാണ്. ജക്കരാന്ത എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് 2021 ആഷസ് ക്രിക്കറ്റ് പരമ്പരയിലെ ജേതാക്കൾ. 2021 ആഷസ് ക്രിക്കറ്റ് പരമ്പരയിലെ ജേതാക്കൾ ഓസ്ട്രേലിയ. ദെൻ 2021 ഡിസംബർ ഏത് രാജ്യത്താണ് കോടതി ഉത്തരവിനെ തുടർന്ന് മനുഷ്യാവകാശ സംഘടനകളായ മെമ്മോറിയൽ ഇന്റർനാഷണൽ, ദെൻ മെമ്മോറിയൽ ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ എന്നിവയുടെ പ്രവർത്തനം നിരോധിക്കപ്പെട്ടത്? അതായത് നമുക്കറിയാം, മനുഷ്യാവകാശപരമായ കാര്യങ്ങളല്ല ഇപ്പോൾ റഷ്യ യുക്രൈനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയിലെ മനുഷ്യാവകാശ സംഘടനകളാണ് മെമ്മോറിയൽ ഇന്റർനാഷണലും പിന്നെ മെമ്മോറിയൽ ഹ്യൂമൻ റൈറ്റ്സ് സെന്ററും. ഇവയുടെ പ്രവർത്തനം എന്ത് ചെയ്തു? കോടതി ഉത്തരവിനെ തുടർന്ന് നിരോധിക്കപ്പെട്ടു. ഏത് രാജ്യത്താണ്? റഷ്യയിലാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായിട്ട് മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് കൊടികുത്തിമല മലപ്പുറത്താണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് കൊടികുത്തിമല. ഈ കൊടികുത്തിമലയിലാണ് കേരളത്തിൽ ആദ്യത്തെ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും നീളമുള്ള മെട്രോ ലൈൻ പ്രവർത്തനം ആരംഭിച്ച രാജ്യം. ഏറ്റവും നീളമുള്ള മെട്രോ ലൈനൊക്കെ വരുമ്പോൾ അത് എവിടെയായിരിക്കും? ചൈനയിലെ ഷാങ്ഹായിലാണ് ഇങ്ങനെ ഒരു ഏറ്റവും നീളമുള്ള മെട്രോ ലൈൻ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആഷസ് ക്രിക്കറ്റ് പരമ്പരയിലെ ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്. മനുഷ്യാവകാശ സംഘടനകൾ നിരോധിക്കപ്പെട്ട രാജ്യം റഷ്യ. കേരളത്തിൽ ആദ്യമായി മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി കൊണ്ടുവന്നത് കൊടികുത്തിമല മലപ്പുറത്താണ്. ലോകത്തെ ഏറ്റവും നീളമുള്ള മെട്രോ ലൈൻ പ്രവർത്തനം ആരംഭിച്ചത് ചൈനയില്. ദെൻ ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതുതായി അംഗമായ രാജ്യമാണ് ഈജിപ്റ്റ്. അപ്പൊ അത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രിക്സിന്റെ
ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതുതായി അംഗമായ രാജ്യം ഏതാണ്? ഈജിപ്റ്റ് ആണ്. അടുത്തത്, 1,00,000 ഇന്ത്യക്കാർക്ക് അടുത്തിടെ 5 വർഷത്തിനകം വിദഗ്ധ പരിശീലനം നൽകി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നേടാൻ പ്രാപ്തരാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് തേജസ് എന്നാണ്. തേജസുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനിന്റെ പേര് തേജസ് എന്നാണ്. ഇനി ഇവിടെ പറയുന്നത് ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ. അതായത് 1,00,000 ഇന്ത്യക്കാർക്ക് അടുത്ത 5 വർഷത്തിനകം വിദഗ്ധ പരിശീലനം നൽകിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നേടാൻ പ്രാപ്തരാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് തേജസ്. അടുത്തത്, കടലാസ് രഹിത സ്മാർട്ട് കോടതി മുറികൾ ഒരുക്കി രാജ്യത്തിന് മാതൃകയാകുന്ന ആദ്യത്തെ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. എന്താണ്? ഇനി മുതൽ കേരള ഹൈക്കോടതിയിലെ കടലാസ് രഹിതമാണ്, പേപ്പർ ഒന്നും കാണത്തില്ല, സ്മാർട്ട് കോടതികളാണ്. അതായത് എന്തെങ്കിലും കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും ഒക്കെ ഉള്ള സ്മാർട്ട് കോടതി മുറികൾ ഒരുക്കി രാജ്യത്തിന് മാതൃകയായ ആദ്യത്തെ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ PSC ബേസിക്സ് എന്ന ആപ്പ് വഴി മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ 10 മോഡൽ എക്സാംസ്, 10 അല്ല 11 മോഡൽ എക്സാം വരെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ മോഡൽ എക്സാംസ് ആഡ് ചെയ്യും. എത്ര മോഡൽ എക്സാം? 30 വരെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ 10+ മോഡൽ എക്സാംസ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റുകൾ, ഏകദേശം ഒരു 25ഓളം മോക്ക് ടെസ്റ്റുകൾ, SCRT ബേസ്ഡ് ചാപ്റ്റർ വൈസ് എക്സാംസുകൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 100 രൂപയാണ് ഫീസ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് എത്ര നാൾ വരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് അപ്ഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും നിങ്ങൾ ഒറ്റ തവണ കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്ലാസ്സിൽ കടക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? വീരാംഗന ലക്ഷ്മിബായി സ്റ്റേഷൻ എന്നാണ്. എന്താണ്? നമുക്കറിയാം ഝാൻസി റാണി ആരാണ്? വീരാംഗനയാണ്. അങ്ങനെ ഓർമ്മിച്ചിരുന്നാൽ മതി. അപ്പോൾ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് വീരാംഗന ലക്ഷ്മിബായി സ്റ്റേഷൻ എന്നാണ്. ദെൻ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ VK ത്രിപാഠിയാണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആര്? VK ത്രിപാഠി. അടുത്തത്, 2021 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്ക് കിട്ടിയത്? ഇന്ത്യക്ക് കിട്ടിയത്. അപ്പോൾ 2021 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ്, 2ാം ലോക മഹായുദ്ധ കാലത്ത് തന്ത്രപ്രധാനമായിരുന്ന ട്രിങ്കോമാലി എണ്ണ സംഭരണശാല 50 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്ന പുതിയ കരാറിന് ശ്രീലങ്ക അനുമതി നൽകിയ രാജ്യമേത്? അപ്പോൾ 2ാം ലോക മഹായുദ്ധത്ത് വളരെ തന്ത്രപ്രധാനമായിരുന്ന ഒരു എണ്ണ സംഭരണശാലയാണ് ട്രിങ്കോമാലി. ട്രിങ്കോമാലി എണ്ണ സംഭരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കാം. ശ്രീലങ്കയിലാണ്. എത്ര വർഷത്തേക്കാണ്? 50 വർഷത്തേക്കാണ് ഇത് പാട്ടത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, കെൽട്രോൺ 2021 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ കപ്പലുകളിൽ ഉപയോഗിക്കാവുന്ന സമുദ്രാന്തര മിസൈൽ പ്രതിരോധ സംവിധാനമാണ് മാരിച്ച്. അപ്പൊ എന്താണ് മാരിച്ച്? നമ്മുടെ കെൽട്രോൺ 2021 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ കപ്പലുകളിൽ ഉപയോഗിക്കാവുന്ന സമുദ്രാന്തര മിസൈൽ പ്രതിരോധ സംവിധാനമാണ് മാരിച്ച്. അപ്പൊ മാരിച്ചും കെൽട്രോണും തമ്മിൽ ബന്ധമുണ്ട്. ഇതൊരു സമുദ്രാന്തര മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് കെൽട്രോൺ കൈമാറി. 2022 ജനുവരിയിൽ നിലവിൽ വന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണ് RCEP, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. ഇതിനകത്ത് ഇന്ത്യയില്ല. ഇത് ആസിയാൻ, അതായത് വിയറ്റ്നാമിൽ വെച്ച് നടന്ന 2021 ആസിയാൻ ഉച്ചകോടിയിലൂടെയാണ് ഈ ഒരു കരാറ് നിലവിൽ വന്നത്. RCEP ആണ്, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്നാണ്. ദെൻ ഇതിനകത്ത് ഇന്ത്യ അംഗമല്ല. ഇന്ത്യ അംഗമാകുമായിരുന്നു, പക്ഷേ ഇന്ത്യ നേരത്തെ 2019 തന്നെ ഈ ഒരു കരാറിൽ നിന്നും
പിന്തിരിഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ 2022 ജനുവരിയിൽ നിലവിൽ വന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണ് RCEP. RCEP എന്താണ്? റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. അടുത്തത്, ലോകത്താദ്യമായി ഫ്ലോറോണ വൈറസ്. അപ്പൊ എന്താണ് ഈ ഫ്ലോറോണ വൈറസ്? ഫ്ലൂവിന്റെയും കൊറോണയുടെയും മിക്സ് ചെയ്ത ലക്ഷണങ്ങൾ കണ്ടുവന്ന ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു വൈറസാണ് ഫ്ലോറോണ വൈറസ്. ഇതൊരു കൊറോണ ടൈപ്പ് ഒന്നും അല്ല, കൊറോണയുടെയും ഫ്ലൂയുടെയും ചേർന്നിട്ടുള്ള ഒരു അസുഖം, അതാണ് ഇത്. ലോകത്ത് ആദ്യമായിട്ട് ഫ്ലോറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇസ്രായേലിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഫ്ലോറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഇസ്രായേലാണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ കാരണമുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ റെയിൽപാത ഏതാണ്? എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള റെയിൽപാതയാണ്. എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള റെയിൽപാതയാണ് ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ റെയിൽപാത. എറണാകുളം മുതൽ ഷൊർണൂർ വരെ. ദെൻ, കൃഷിയിടങ്ങൾ കാർബൺ മുക്തമാക്കാനുള്ള കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കൃഷിയിടങ്ങൾ കാർബൺ മുക്തമാക്കാനുള്ള കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2021 കലൈഞ്ചർ സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളം എഴുത്തുകാരൻ ആരാണ്? പോൾ സക്കറിയാണ്. അപ്പൊ പോൾ സക്കറിയക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 2021 കലൈഞ്ചർ സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരൻ ആരാണ്? പോൾ സക്കറിയയാണ്, മറക്കരുത്. ദെൻ, സൗജന്യമായി കുടിവെള്ളം വീട്ടുമുറ്റത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലജീവൻ പദ്ധതി. സൗജന്യമായിട്ട് കുടിവെള്ളം വീട്ടുമുറ്റത്തെത്തിക്കുക. ഇതിന്റെ കാര്യത്തിൽ, ഇത് നടത്തിപ്പിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം മൊത്തം എടുക്കുമ്പോൾ 23ാം സ്ഥാനമാണ്. ഏറ്റവും പുറകിലുള്ളത് ഉത്തർപ്രദേശാണ്. ഇനി നൽകുന്ന കാര്യത്തിൽ, അതായത് പൈപ്പ് ലൈൻ നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള ജില്ല കേരളത്തിലേത്? എറണാകുളം ജില്ലയാണ്. അപ്പോൾ സൗജന്യമായി കുടിവെള്ളം വീട്ടുമുറ്റത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജലജീവൻ പദ്ധതി. ഈ നടത്തിപ്പിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം 23ആണ്. കേരളത്തിൽ 1ാം സ്ഥാനത്തുള്ളത് എറണാകുളമാണ്. ഇനി നടത്തിപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് ഉത്തർപ്രദേശാണ്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യത്തെ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം വലിയങ്ങാടിയാണ്. കോഴിക്കോട് വലിയങ്ങാടി. നമുക്കറിയാം, പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികൾ നടത്തുന്ന സ്ഥലമാണ് ഈ കോഴിക്കോട്. അപ്പോൾ ആദ്യത്തെ ഫുഡ് സ്ട്രീറ്റ് എവിടെ ആയിരിക്കും? കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അടിപൊളി സംഭവങ്ങൾ, ആഹാരങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫുഡ് സ്ട്രീറ്റ് വരുന്നത് എവിടെയാണ്? കോഴിക്കോട് വലിയങ്ങാടി. ഏത് വകുപ്പിന്റെ കീഴിലാണ്? വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലാണ്. കേരള വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ, നമുക്കറിയാം കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് KC റോസക്കുട്ടി. ഈ KC റോസക്കുട്ടി തന്നെയാണ് കേരള വനിതാ വികസന കോർപ്പറേഷന്റെയും ചെയർപേഴ്സൺ. ദെൻ, കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ കീഴിൽ ദേശീയ ഡാം സുരക്ഷാ നിയമം രാജ്യത്തിൽ പ്രാബല്യത്തിൽ വന്നതെന്ന്? ഡിസംബർ 30, 2021. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ കീഴിൽ ദേശീയ ഡാം സുരക്ഷാ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ഡിസംബർ 30, 2021. നെക്സ്റ്റ്, ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രാന്തര പേടകം നിർമ്മിക്കുന്ന കേരളത്തിലെ ഗവേഷണ കേന്ദ്ര സ്ഥാപനം അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, തിരുവനന്തപുരം. ഇന്ത്യയുടെ പദ്ധതിയാണ് ഏത്? സമുദ്രയാൻ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് സമുദ്രാന്തര പേടകം നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ദിവസവും വായനയ്ക്കായി മാത്രം പീരീഡ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ദിവസവും വായനയ്ക്കായി മാത്രം പീരീഡ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കാർബൺ ന്യൂട്രൽ കൃഷിരീതിക്ക് തുടക്കം കുറിക്കുന്നതിനുമായി 2022 ജനുവരിയിൽ കേരളത്തിൽ ആരംഭിച്ച ഭക്ഷ്യ ഉൽപാദന പദ്ധതിയാണ് ജൈവ കാർഷിക മിഷൻ. നമുക്കറിയാം, കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട്
ന്യൂട്രൽ കൃഷി രീതിക്ക് ആദ്യമായിട്ട് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ കാർബൺ ന്യൂട്രൽ കൃഷിരീതി തുടക്കം കുറിക്കുന്നതിനുമായിട്ട് 2022 ജനുവരിയിൽ കേരളത്തിൽ ഒരു ഭക്ഷ്യ ഉൽപാദന പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ പേര് ജൈവ കാർഷിക മിഷൻ എന്നാണ്. എന്താണ്? ജൈവ കാർഷിക മിഷൻ. അടുത്തത്, കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് വെള്ളൂർ, കോട്ടയത്താണ്. വെള്ള പേപ്പർ എന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് മറക്കത്തില്ല. വെള്ളൂർ, കോട്ടയത്താണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത്. 2022 ജനുവരിയിൽ ഫ്രാൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് വകഭേദമായ ഒമിക്രോണിനേക്കാൾ വ്യാപനശേഷി കൂടിയതും വാക്സിനുകൾ പ്രതിരോധിക്കുന്നതുമായ പുതിയ വകഭേദമാണ് ഇഹു. IHU ആണ് ഇഹു. അപ്പോൾ ജനുവരിയിൽ ഫ്രാൻസിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് ഓർമ്മിക്കുക. ഈ കോവിഡ് വകഭേദമായ ഒമിക്രോണിനേക്കാൾ വ്യാപനശേഷി കൂടിയതും വാക്സിനുകൾ പ്രതിരോധിക്കുന്നതുമായ പുതിയ ഭേദമാണ് ഇഹു. പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. അപ്പൊ കടലാസ് രഹിത ഹൈക്കോടതി കൊണ്ടുവന്നത് ആദ്യത്തേത് കേരള ഹൈക്കോടതിയാണ്. പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. ബെറ്റർ ഇന്ത്യ തയ്യാറാക്കിയ എക്സലൻസ് ഇൻ പബ്ലിക് സർവീസ് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥനാണ് സാംബശിവ റാവു. ഇദ്ദേഹം ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാർ പട്ടിണി അനുഭവിച്ചിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് നഗരത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഉദയം പദ്ധതി. അപ്പൊ ഈ പദ്ധതിയിലൂടെയാണ് ബെറ്റർ ഇന്ത്യ തയ്യാറാക്കിയ എക്സലൻസ് ഇൻ പബ്ലിക് സർവീസ് പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയത് ആര്? സാംബശിവ റാവു. ആരാണ്? സാംബശിവ റാവു. ഇന്ത്യയിലെ ആദ്യ LPG ഫ്രീ ആൻഡ് സ്മോക്ക് ഫ്രീ സംസ്ഥാനമാകുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ LPG ഫ്രീ അതുപോലെ തന്നെ സ്മോക്ക് ഫ്രീ സംസ്ഥാനം, പ്ലാസ്റ്റിക് ഫ്രീ സംസ്ഥാനമൊക്കെ ആയതും ഹിമാചൽ പ്രദേശാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ LPG ഫ്രീ ആൻഡ് സ്മോക്ക് ഫ്രീ സംസ്ഥാനമാകുന്നത് ഹിമാചൽ പ്രദേശാണ്. 2021 ജനുവരിയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അത് കില എന്നാണ് പറയുന്നത്. ഇത് തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവ് അല്ലേ, ഇവിടെയാണ് ഇതിന്റെ ആസ്ഥാനം. കേരളത്തിലെ എത്ര നഗരങ്ങളാണ് അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ബ്രാൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചത്? ആരാണ് ബ്രാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. കില എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. ദെൻ മൊത്തം 6 സിറ്റികളെയാണ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? ബ്രാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഏതൊക്കെ? പ്രധാനപ്പെട്ട സിറ്റികളായിട്ടുള്ള തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, തൃശ്ശൂരുണ്ട്, കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. ഇങ്ങനെ 6 നഗരങ്ങളാണ് ബ്രാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. 2022 പ്രേം നസീർ സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് രവി മേനോനാണ്. പ്രേം നസീർ സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രവി മേനോനാണ്. വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിമകളുടെ തല വെട്ടി മാറ്റണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ട രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിമകളുടെ തല വെട്ടി മാറ്റണം എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ട രാജ്യമാണ് ഏത്? അഫ്ഗാനിസ്ഥാൻ. ദെൻ കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ പ്രധാന വിതരണക്കാരാകാൻ ഒരുങ്ങുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. എവിടെയാണ്? കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. എന്താണ് ജോലി? കേരളത്തിൽ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ പ്രധാന വിതരണക്കാരായി ഒരുങ്ങുന്ന പൊതുമേഖലാ സ്ഥാപനം. അപ്പോൾ വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിമകൾ തലവെട്ടി മാറ്റണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടത് താലിബാന്റെ ഭരണകൂടം വന്നതുകൊണ്ടാണ്. അഫ്ഗാനിസ്ഥാനാണ് രാജ്യം. അടുത്തത് 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 2021 ഇന്ത്യയിൽ മരണപ്പെട്ട ആകെ കടുവകളുടെ എണ്ണം 126 ആണ്. ഓക്കെ, അപ്പോൾ 2022 ഇതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദേശീയ പതാകകളും ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് പെടാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 2021 ഇന്ത്യയിൽ മരണപ്പെട്ട ആകെ കടുവകളുടെ എണ്ണം 126 ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. മോഡൽ
പരീക്ഷയുടെ കാര്യവും മറക്കണ്ട. അതിനായിട്ട് ആപ്പിനെ പറ്റിയിട്ടൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഓക്കെ.